നമുക്കിന്ന് മകരവിളക്കിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ഞാൻ മകര ചൊവ്വയ്ക്ക് വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. മകരവിളക്കിന് മാത്രമാണ് ഞാൻ വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ സന്ധ്യ ആയപ്പോൾ ഞാൻ വിളക്കൊക്കെ കത്തിച്ച് സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെച്ചു, കൊതുക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ സിറ്റൗട്ടിൽ കുറച്ച് ആ സ്റ്റെപ്പുമ്പോൾ കുറച്ച് ചട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി ഒന്ന് ചിരാതൊക്കെ കത്തിക്കാമെന്ന് വിചാരിച്ചു. കറക്റ്റ് സമയമായപ്പോൾ തന്നെ എല്ലാം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും നേരം വൈകുമോ എന്ന് വിചാരിച്ചു. ഓപ്പോസിറ്റ് അവരൊക്കെ ആ ചിരാതൊക്കെ കത്തിച്ച് വെച്ചേക്കണം കണ്ടപ്പോൾ എനിക്ക് ആകെ ഒരു വെപ്രാളം ധൃതിയൊക്കെ ആയി. വെപ്രാളത്തിൻ്റെയും ധൃതിയുടെയും ഒക്കെ ഇടയിൽ ഞാനൊരു ചിരാത എണ്ണ ഒഴിച്ച് വെച്ചിരുന്നത് ആ ചാരുമയായിട്ട് വെച്ചിരുന്നത്, അത് ഞാൻ തട്ടിങ്ങോട്ട് താഴ്ത്തിട്ട് ആ എണ്ണ മുഴുവൻ അവിടെ പോയി. അത് കഴിഞ്ഞ് അതൊക്കെ തുടച്ച് കഴിഞ്ഞ് ഞാൻ ലൈറ്റർ വെച്ച് അതൊക്കെ കത്തിച്ച് തുടങ്ങിയപ്പോൾ ലൈറ്ററിൻ്റെ സ്വിച്ചൊക്കെ ഇങ്ങോട്ട് ഊരിപ്പോന്ന്, അതും നശിപ്പിച്ച് ഞാൻ. പിന്നെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വെപ്രാളൊന്നും വേണ്ട, പതുക്കെ മതി, സമയമുണ്ട്. പിന്നെ ഞാൻ പതുക്കെ എല്ലാം ചെയ്ത് തീർത്ത് അങ്ങനെ ഫ്രണ്ടിൽ ആ ലൈറ്റൊക്കെ കത്തിച്ച് കറക്റ്റ് മകരവിളക്ക് ആ വിളക്ക് കത്തണ സമയത്ത് തന്നെ ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഫ്രണ്ടിൽ തന്നെ അയ്യപ്പൻ്റെയും ഗണപതിയുടെയും ശിവൻ്റെയും മുരുകൻ്റെയും ഒക്കെ ആയിട്ട് ഒരു ലൈറ്റ് ഉണ്ട്, അതൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സന്നിധാനത്ത് വിളക്കും തെളിഞ്ഞു, ഗരുഡനൊക്കെ പറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.